നമസ്കാരം. ഗോകുലമലയിലേക്ക് സ്വാഗതം. ധൂമ്രലോചനനെ ദേവി എന്തിനാണ് വധിച്ചത്? ദേവി കാളിയായി മാറുന്നതും ധൂമ്രലോചനന്റെ വധത്തോടെയാണ്. ഹൈന്ദവ പുരാണങ്ങളിൽ കാളിയെ ശക്തയായ ഒരു ദേവതയായാണ് ആരാധിക്കുന്നത്. പലപ്പോഴും തലയോട്ടികളുടെ മാല കൊണ്ട് അലങ്കരിച്ചതും വാളെടുത്തതുമായ ഒരു ഉഗ്രനായ യോദ്ധാവിനെ പോലെയാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ദേവി ദൈവിക സ്ത്രീ ശക്തിയെ ഉൾക്കൊള്ളുന്നു. നീതിയെ സംരക്ഷിക്കാനും പരിരക്ഷിക്കാനുമുള്ള ദേവിയുടെ കഴിവായി ഇത് ആരാധിക്കപ്പെടുന്നു. സത്യയുഗത്തിൽ രക്തബീജൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. അയാൾക്ക് ഒരനുഗ്രഹമുണ്ടായിരുന്നു. അവൻ്റെ രക്തത്തുള്ളി നിലത്ത് വീണാൽ മറ്റൊരു വ്യാജ രക്തബീജൻ അവിടെ ഉയർന്നു വരുമായിരുന്നു. അസുര രാജാക്കന്മാരായ ശുംഭനും നിശുംഭനും ധൂമ്രലോചനനോടും ചണ്ഡമുണ്ട അസുരന്മാർ രക്തബീജനോടും ചേർന്ന് അമാനുഷിക ശക്തിയായി തീർന്നിരുന്നു. ഇവർ ലോകത്തെ ആക്രമിക്കാൻ തുടങ്ങി. ഇതിൽ അസുരരാജാവായ രക്തബീജനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ദുഷ്ടരാക്ഷസനാണ് ധൂമ്രലോചനൻ. ഐതിഹ്യമനുസരിച്ച് ലോകത്തെ നാശം വിതയ്ക്കാൻ ശക്തരായ രാക്ഷസന്മാരുടെ ഒരു സൈന്യത്തെ സൃഷ്ടിക്കാൻ രക്തബീജൻ ശ്രമിച്ചിരുന്നു. ധൂമ്രലോചൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഭീമാകാരമായ സൃഷ്ടികളിൽ ഒന്നായിരുന്നു. അപാരമായ ശക്തിയും തൻ്റെ യജമാനൻ്റെ കൽപ്പന നടപ്പിലാക്കാനുള്ള കഠിനമായ ദൃഢനിശ്ചയവും ധൂമ്രലോചന് ഉണ്ടായിരുന്നു. ഈ അസുരന്മാരുടെ കൂട്ടായ്മ കണ്ട് എല്ലാ ദേവന്മാരും അവരോട് യുദ്ധം ചെയ്യാൻ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ എല്ലാ ദേവന്മാരും ആ അസുരന്മാരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. അവരെ കൊല്ലുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു സ്ത്രീക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ദേവി ആദിപരാശക്തി പാർവതി ദേവി അല്ലാതെ മറ്റാരുമല്ല. എന്നാൽ ദേവി ഇത് ചെയ്യാൻ തയ്യാറുമല്ല. എല്ലാ ദേവന്മാരും പാർവതിയോട് യുദ്ധം ചെയ്യാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ ദേവി അത് നിരസിച്ചു. കാരണം അതിൻ്റെ അനന്തരഫലം ദേവിക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇത് ദേവിയുടെ കടമയാണെന്ന് പറഞ്ഞ് ശിവഭഗവാൻ ദേവിയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒടുവിൽ ദേവി സമ്മതിച്ചു. അങ്ങനെ ദേവി പാതാള ലോകത്തിനടുത്തുള്ള ഒരു സ്ഥലത്തെത്തി മനോഹരമായി ഒരു പുല്ലാങ്കുഴൽ ഊതി. ശുംഭനിശുംഭന്മാർ പാർവതി ദേവിയുടെ പുല്ലാങ്കുഴൽ സംഗീതത്തിൽ മയങ്ങിപ്പോയി. ദേവിയെ ബലം പ്രയോഗിച്ചു കൊണ്ടുവരാൻ ധൂമ്രലോചനനോട് നിർദ്ദേശിച്ചു. ധൂമ്രലോചനാകട്ടെ 60,000 ഭൂതങ്ങളുടെ അകമ്പടിയോടെ ഭഗവതിയുടെ അടുത്തേക്ക് പോയി. തുടക്കത്തിൽ തന്നോടൊപ്പം വരാൻ അവൻ ദേവിയോട് അഭ്യർത്ഥിച്ചു. തൻ്റെ നിർദ്ദേശം സ്വീകരിച്ചില്ലെങ്കിൽ ബലമായി കൊണ്ടുപോകുമെന്നായി പിന്നീട്. അങ്ങനെ ഭീഷണി വല്ലാതെ അങ്ങ് മുഴങ്ങി. അദ്ദേഹത്തോടൊപ്പം പോകാൻ ഭഗവതിയാണെങ്കിൽ വിസമ്മതിക്കുകയും ചെയ്തു. ധൂമ്രലോചനാകട്ടെ ദേഷ്യത്തോടെ ദേവിയോട് അടുത്തു. ദേവി ഉച്ചത്തിൽ ഗർജിച്ചു. ദേവിയുടെ ഈ ഗർജനം പ്രപഞ്ചലോകം ഒട്ടാകെ മുഴങ്ങി. അതിൻ്റെ ഫലമായി ധൂമ്രലോചനൻ്റെ ശരീരം ഭസ്മമായി. നന്മയുടെയും തിന്മയുടെയും അനിവാര്യമായ ഏറ്റുമുട്ടൽ. കാളിയും ധൂമ്രലോചനനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അനിവാര്യമായിരുന്നു. അവരുടെ എതിർ സ്വഭാവവും അസുരൻ ലോകത്തിന് ഉയർത്തുന്ന ഭീഷണിയും കണക്കിലെടുത്ത് ലോകത്തിൻ്റെ വിധി തുലാസിൽ തൂങ്ങിക്കിടക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള ഇതിഹാസ പോരാട്ടത്തിന് വേദിയൊരുങ്ങുകയായിരുന്നു ധൂമ്രലോചനന്റെ വധത്തോടുകൂടി. ദേവിയുടെ ധർമ്മവും നിശ്ചയദാർഢ്യവും ധൂമ്രലോചനന്റെ ദുഷ്ടതയേക്കാൾ ശക്തമാണെന്ന് വ്യക്തമാണ്. ഈ ആന്തരിക ശക്തിയാണ് ആത്യന്തികമായി ദേവിയെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ധൂമ്രലോചനന്റെ വധത്തിൽ കൂടി ദേവി നമ്മെ കാണിച്ചു തരുന്നത് എത്ര ശക്തമായ തിന്മ തോന്നിയാലും അത് എല്ലായ്പ്പോഴും നന്മയുടെ ശക്തികളാൽ നശിപ്പിക്കപ്പെടുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ദേവിയുടെ വിജയം. കാളിയുടെ വിജയത്തിൻ്റെ പ്രതീകാത്മകത പുരാണങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയും സ്വന്തം ജീവിതത്തിലെ അനീതി, അടിച്ചമർത്തൽ, ദ്രോഹം എന്നിവയ്ക്കെതിരെ നിലകൊള്ളാൻ ആളുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പ്രതിബന്ധങ്ങൾ എത്ര ഭയാനകമായി തോന്നിയാലും അവസാനം നീതി എപ്പോഴും വിജയിക്കുമെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ദേവി നമ്മെ ഈ കഥയിൽ കൂടി കാണിച്ചു തരുന്നത്.